ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റായ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സിൻ്റെ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹോമിലുള്ള വീഡിയോസ്, ഷോർട്സ്, പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റിൽ എന്താണ് ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഉണ്ട്. മാത്സ് ക്ലാസ് 3 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും ലഭിക്കുന്നതാണ്. ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് എന്നാണ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള ആക്ടിവിറ്റീസാണ്. കംപ്ലീറ്റ് ദി പാറ്റേൺ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് എന്താണ് 11, പിന്നെ 22, 33, 44, നെക്സ്റ്റ് എന്തായിരിക്കും 55, 66 അല്ലേ. രണ്ടും 1 ആണ്, രണ്ടും 2, രണ്ടും 3, രണ്ടും 4, ദെൻ രണ്ടും 5 എഴുതല്ലേ. 55, ദെൻ 66 അല്ലേ, രണ്ടും 6, നെക്സ്റ്റ് എന്ത് വരും, രണ്ടും 7 വരും, നെക്സ്റ്റ് രണ്ടും 8 വരും അല്ലേ. ഇതേപോലെയുള്ള പാറ്റേൺ ആണ് ചോദിച്ചത്. ഇതേപോലെ ബാക്കി എന്തായിരിക്കും, നെക്സ്റ്റ് പാറ്റേൺ എന്തായിരിക്കും എന്നാണ്. നെക്സ്റ്റ് എന്താണ് 150 ഉണ്ട്, 250 ഉണ്ട്, 350 ഉണ്ടാവും. നെക്സ്റ്റ് എന്തായിരിക്കും 450, നെക്സ്റ്റ് എന്തായിരിക്കും 550 അല്ലേ. 1, 2, 3, 4 എഴുതുക, നെക്സ്റ്റ് 5 എഴുതുക. 350, 450, 550, നെക്സ്റ്റ് 650, നെക്സ്റ്റ് 750 അങ്ങനെ പോകും. നെക്സ്റ്റ് എന്താണ് 100, 101, 103 അല്ലേ. ഫസ്റ്റ് എന്താ 100നോട് എത്ര കൂടിയപ്പോഴാണ് 101 കിട്ടിയത്, 1 ആഡ് ചെയ്തപ്പോൾ അല്ലേ, 1 ആഡ് ചെയ്തപ്പോൾ. നെക്സ്റ്റ് എന്താണ് 3, 103, 2 ആഡ് ചെയ്തപ്പോൾ അടുത്ത നമ്പർ കിട്ടി അല്ലേ. നെക്സ്റ്റ് എന്താണ് 3, 4, 5, 6, 3 ആഡ് ചെയ്തപ്പോഴാണ് അടുത്ത നമ്പർ കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എത്രയാണ് 1, 2, 3. അപ്പോൾ നെക്സ്റ്റ് എന്താണ് 4 ആഡ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും നെക്സ്റ്റ് 5 ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 3 വരെ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി 4 ആഡ് ചെയ്താൽ എന്താണ് 106 4 കൂട്ടിയാൽ എത്രയാണ് 106, 107, 108, 109, 110. നെക്സ്റ്റ് എന്തായിരിക്കും ഇനി 5 ആഡ് ചെയ്യണം. 110, 111, 112, 113, 114, 115, 990, 980, 970. നെക്സ്റ്റ് എന്തായിരിക്കും 960, പിന്നെ 950 അല്ലേ. ഒരു 10 കുറഞ്ഞ് വരികയാണ്. 10 മൈനസ് ചെയ്താണ് 90, 80, 70, 60, 50, 40, 30 അങ്ങനെ 10 മൈനസ് ചെയ്ത്. ഇനി എന്താ നെക്സ്റ്റ് പറഞ്ഞത്, നിങ്ങളോടൊരു പാറ്റേൺ ഉണ്ടാക്കാൻ. മൈ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഫസ്റ്റ് സിമ്പിളായിട്ടൊരു പാറ്റേൺ 1, 2, 3, 4 ഇതൊരു പാറ്റേൺ അല്ലേ. 1 ആഡ് ചെയ്ത് ചെയ്താൽ നെക്സ്റ്റ് എന്താണ് 10 ആഡ് ചെയ്ത് 10, 20, 30, 40 അങ്ങനെ ഒരു പാറ്റേൺ എഴുതാം അല്ലേ. പിന്നെ എങ്ങനെ പാറ്റേൺ എഴുതാം, 50 ആണ് എടുത്ത് 50 ആഡ് ചെയ്തിട്ട് 50, 100, 150, 200 അങ്ങനെ 50 ആഡ് ചെയ്തിട്ട് ഒരു പാറ്റേൺ എഴുതാം. പിന്നെന്താണ് 100, 200, 300 അങ്ങനെ ഒരു പാറ്റേൺ എഴുതിട്ട് 100 ആഡ് ചെയ്തിട്ട് 100 ആഡ് ചെയ്ത് എഴുതാം. സിമ്പിളായിട്ടുള്ള പാറ്റേൺ. നിങ്ങൾ നെക്സ്റ്റ് ഹൂ ആം ഐ, ഞാൻ ആരാണ്. ഐ ആം, ഞാൻ ആരാണ്. എ 2 ഡിജിറ്റ് നമ്പർ, ഞാനൊരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ എന്താണ് 2 ഡിജിറ്റാണുള്ളത്. ലാർജർ ദാൻ 80, 80യേക്കാളും കൂടുതലാണ്, 80ൻ്റെ മുകളിലുള്ള നമ്പറാണ്. ദി ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദി നമ്പർ ഇൻ ദി ടെൻസ് പ്ലേസ് അല്ലെ. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വൺസ് പ്ലേസും ഒരു ടെൻസ് പ്ലേസും ഉണ്ടാകും. അപ്പോൾ എന്താണ് വൺസ് പ്ലേസ് എന്താണെന്നാണ് പറഞ്ഞത്, ദി ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദി നമ്പർ ഇൻ ദി ടെൻസ് പ്ലേസ് അല്ലേ. ഈ ടെൻസ് പ്ലേസിലുള്ള നമ്പറിനേക്കാളും 1 കൂടുതലാണ് 1 പ്ലേസിലുള്ള നമ്പർ. ഈ ടെൻസ് പ്ലേസിലുള്ള നമ്പറിനേക്കാളും 1 ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് എന്ത് വൺസ് പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത്. വൺസ് പ്ലേസും ഉണ്ട് ടെൻസ് പ്ലേസും ഉണ്ട്. അപ്പം എന്താണ് ഇവിടുന്ന് ടെൻസ് പ്ലേസിലുള്ള നമ്പറിനോട് 1 ആഡ് ചെയ്താലാണ് വൺസ് പ്ലേസ് കിട്ടുക. അപ്പം നമ്മൾ 81 എടുത്ത് നോക്കൂ. 81 ആണെങ്കിൽ 80നേക്കാൾ മുകളിലുള്ള ഫസ്റ്റ് നമ്പർ ഏതാണ് 81. ഈ 80നേക്കാൾ 1 ആഡ് ചെയ്ത ഒന്ന് ലാർജർ ആണോ ഈ വൺസ് പ്ലേസിലുള്ള നമ്പർ? അല്ലല്ലോ. ഇതിനേക്കാൾ 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 80നോട് 1 ആഡ് ചെയ്താൽ എത്രയാണ്. 80നേക്കാൾ മുകളിൽ പറയുമ്പോൾ 80ൻ്റെ അവിടത്തേക്കുള്ള നമ്പർ ഫസ്റ്റത്തെ നമ്പർ 8 ആണ് അല്ലേ. ഇതിനേക്കാളും 1 കൂടുതലാണ് വൺസിലുള്ള നമ്പർ. അപ്പോൾ ഇതിനേക്കാൾ 1 കൂടുതൽ പറയുമ്പോൾ 8 1 കൂട്ടിയാൽ എത്രയാണ് 89 അല്ലേ. 9 അല്ലേ, 8 1 ആഡ് ചെയ്താൽ 9 അല്ലേ. അപ്പം രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും 9 ആണ് അല്ലേ. 89 അല്ലേ, 2 ലാർജർ ദാൻ 80 ആയി. വൺസ് പ്ലേസിലുള്ള നമ്പർ എന്ന് പറയുന്നത് ടെൻസ് പ്ലേസിനേക്കാളും 1 കൂടുതലാണ്. അപ്പോൾ ഞാൻ ആരാണ് അല്ലേ, 89 എന്ന് പറഞ്ഞ നമ്പറാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ് ഐ ആം എ 3 ഡിജിറ്റ് നമ്പർ, ഞാൻ എന്താണ് 3 ഡിജിറ്റുള്ള നമ്പറാണ്. സം ഓഫ് ഡിജിറ്റ് ഈസ് 15, സം ഓഫ് ഡിജിറ്റ് എന്താണ് 15 ആണ് അല്ലേ. ആ 3 നമ്പർ കൂടി ആഡ് ചെയ്താൽ എത്ര ആയിരിക്കണം 15 ആയിരിക്കണം കിട്ടേണ്ടത്. ദി ഡിജിറ്റ് ഇൻ 100 പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദി നമ്പർ ഇൻ ദി വൺസ് പ്ലേസ്, വൺസ് പ്ലേസിലുള്ള നമ്പറിനേക്കാളും 8 കുറവാണ് 100 പ്ലേസിലുള്ള നമ്പറിന്. ഓക്കെ, അപ്പോൾ എന്താണ് 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഒരു വൺസ് പ്ലേസ് ഉണ്ടാവും, ടെൻസ് പ്ലേസ് ഉണ്ടാവും, 100 പ്ലേസ് ഉണ്ടാവും, 3 ഡിജിറ്റാണ്.
എന്താണ് സം ഓഫ് ഡിജിറ്റ് 15 ആണ്, 15 ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്, ഡിജിറ്റ് ഇൻ ദി 100 പ്ലേസ്. 100 പ്ലേസിലുള്ള ഡിജിറ്റ് എന്താണ്, 8 കുറവാണ്. 8 ലെസ് ദാൻ ദി നമ്പർ ഇൻ ദി വൺസ് പ്ലേസ്. വൺസ് പ്ലേസിലുള്ള നമ്പറിനേക്കാളും 8 കുറവാണ് 100 പ്ലേസിലുള്ള നമ്പറിന്. അപ്പോൾ 8 കുറവാണെന്ന് പറയുമ്പം 8 നമുക്ക് എഴുന്നാണ് മൈനസ് ചെയ്യാൻ കഴിയുക അല്ലേ? 1 കുറവായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏന്ന് നമുക്ക് 8 മൈനസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. 8 പോയാൽ 0 ആയിരിക്കും അല്ലേ? 1 കുറവാണ് വേണ്ടത്. അപ്പം 9 എടുത്ത് നോക്കൂ അല്ലേ? 9 എന്നല്ലേ നമുക്ക് എടുക്കാൻ കഴിയുക? 9 നിന്ന് 8 കുറയ്ക്കാൻ കഴിയുന്നത് അല്ലേ? 8 പോയാൽ 0 ആയിരിക്കും അല്ലേ? 9 എടുത്ത് നോക്കൂ. 9 നിന്ന് 8 മൈനസ് ചെയ്താൽ എത്രയാണ്? 1 കിട്ടി അല്ലേ? അപ്പോൾ എന്താണ്, വൺസ് പ്ലേസിലുള്ള നമ്പറിനേക്കാളും 8 കുറവാണ് 100 പ്ലേസിലുള്ള നമ്പർ. പിന്നെന്താണ് പറഞ്ഞത്, സം ഓഫ് ഡിജിറ്റ് 15 ആണല്ലേ? 10th പ്ലേസിലെ നമ്പർ കണ്ടുപിടിക്കാൻ അല്ലേ? ഇപ്പം എത്ര ആയിട്ട് സം ഓഫ് ഡിജിറ്റ്? 1 + 9 10 ആയി അല്ലേ? ഇനി 15 ആവാൻ എത്രയും കൂടി വേണം? 10 + 5 അല്ലേ? 5ഉം കൂടി ആഡ് ചെയ്താലല്ലേ 15 കിട്ടുക. ഇപ്പം നോക്കൂ, 5 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 15 കിട്ടിയില്ലേ? 1 + 9 10, 10 + 5 15. സം ഓഫ് ഡിജിറ്റ് 15 കിട്ടിയില്ലേ? 10നോട് 5 ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 15 കിട്ടുള്ളൂ. സം ഓഫ് ഡിജിറ്റ് 15 വരണമെങ്കിൽ ഇവിടെ 5 എഴുതണം, 5 എഴുതണം. 159. മേക്ക് എ റിഡിൽ ഓഫ് യുവർ ഓൺ ലൈക്ക് ദീസ്. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ റിഡിൽസ്, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയില്ല റിഡിൽസ്, ഹുവാമായി ഞാൻ ആരാണെന്ന് നിങ്ങളൊന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിഡിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഞാൻ എന്താണ്, ഒരു 3 ഡിജിറ്റോ അല്ലെ 2 ഡിജിറ്റ് നമ്പറാണ്, എന്താണ് ലാർജർ ദാൻ 50 ആണ് അല്ലെ ലാർജർ ദാൻ 10 ആണ്, എൻ്റെ ഫസ്റ്റ് നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാളും 1 കുറവാണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സ്വന്തമായി ചെയ്ത് നോക്കാൻ നോക്കുക. നെക്സ്റ്റ്, സ്കൂൾ സ്റ്റോർ. ദി സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 പെൻസിൽസ്. 950 പെൻസിൽസ് ആണ് സ്കൂൾ സ്റ്റോറിന് വേണ്ടത്. മിൻഹ ഗേവ് 7 ബോക്സസ് ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽ. മിൻഹ എങ്ങനെയാണ് കൊടുത്തത്? 7 ബോക്സും 6 പാക്കറ്റും 6 പാക്കറ്റും ആയിട്ടാണ് പെൻസിൽസ് കൊടുത്തത്. ഈച്ച് ബോക്സ് ഹാസ് 100 പെൻസിൽസ്. ഇങ്ങനത്തെ ഈ ബോക്സിലും എന്താണ് 100 പെൻസിലാണുള്ളത്. ആൻഡ് ഇൻ ഈച്ച് പാക്കറ്റ് 10 പെൻസിൽസ്. ഓരോ പാക്കറ്റിലെ 6 പാക്കറ്റാണുള്ളത്. ഈ 6 പാക്കറ്റിൽ എത്ര പെൻസിലാണുള്ളത്? 10 പെൻസിലാണുള്ളത്. ഹൗ മെനി മോർ ഷുഡ് ഷീ ഗീവ് ടു മേക്ക് ഇറ്റ് 950? 950 അവൻ ഇനി എത്ര കൂടി അവൾ കൊടുക്കണം? നമ്മളിതുപോലെ ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ചെയ്തതായിരുന്നു അല്ലേ? ഇനി അതേ മോഡൽ തന്നെയാണ്. ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഫസ്റ്റ് എന്താണ്, മിൻഹ ഗേവ് 7 ബോക്സസ്. 7 എത്രയാണ്? 100 പെൻസിലാണല്ലേ ബോക്സ്? 100 പെൻസിലാണ് ബോക്സ് അല്ലേ? 7 ബോക്സസ് ഉണ്ട്. അപ്പം എന്താണ്, 7 × 100 700 അല്ലേ? 7 ബോക്സസ് ഓഫ് 100 പെൻസിൽ ആൻഡ് 6 പാക്കറ്റ്സ് ഓഫ് 10 പെൻസിൽ അല്ലേ? 6 പാക്കറ്റ്സ് ആണ്. 6 × 10 60. അപ്പോൾ എത്രയാണ് ടോട്ടൽ? എത്രയാണ്? 700 + 60 എത്രയാണ്? 760. അപ്പോൾ ഈ 760ന്ന് എത്രയാണ് ടോട്ടൽ? എത്രയാണ്? ഇത്ര എത്താൻ 950 എത്ര വേണം അല്ലേ? ടോട്ടൽ ഫസ്റ്റ് എന്താണ്, 950 പെൻസിലായിരുന്നു വേണ്ടത്. അപ്പം 950 പെൻസിൽ മിൻഹ എന്താണ് പാക്ക് ചെയ്തത്? 760 ആണ്. അപ്പോൾ എത്ര കൂടി വേണം? മൈനസ് ചെയ്താൽ മതി അല്ലേ? മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 0 0 പോയാൽ 0, 5 6 പോവില്ല. അപ്പോൾ നമ്മളൊന്ന് തൊട്ടടുത്ത ആളെന്ന് ഇവൻ്റെ ഇല്ലല്ലേ, 5 ഇല്ല. അപ്പോൾ അടുത്ത ആളെന്ന് കടം ചോദിക്കും അല്ലേ? അപ്പോൾ ഇവനൊന്ന് കടം കൊടുക്കുമ്പോൾ ഇതെന്താ, തൊട്ടപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് 5ൻ്റെ അടുത്ത് പോയി നിന്നിട്ട് 15 ആയി. 5 എന്തായി? 15 ആയി. 9 ഒന്ന് കൊടുത്തില്ലേ? അപ്പം 9 1 പോയി. അപ്പം എന്താണ്, 9 എന്തായി? 8 ആയി. അപ്പോൾ 15 6 പോയാൽ എത്രയാണ്? 9 അല്ലേ? നെക്സ്റ്റ് 8 7 പോയാൽ 190 എന്ന് കിട്ടി അല്ലേ? 190 മോർ പെൻസിൽസ് കൂടി വേണമല്ലേ 950 എത്താൻ. നെക്സ്റ്റ് എന്താണ്, സപ്പോസ് 950 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്സ്. എന്താണ്, 950 പെൻസിൽസ് തന്നെ ബോക്സിലും പാക്കറ്റിലും മിൻഹ പാക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്പർ ഓഫ് ബോക്സസും നമ്പർ ഓഫ് പാക്കറ്റ്സും എത്രയായിരിക്കും? 950 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം അല്ലേ? 900 + 50 അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലാണ് 950 അല്ലേ? 900ഉം 50 ആണ്. അപ്പം 900 എത്ര? 900 എന്ന് പറഞ്ഞാൽ എത്ര 100 ആണ്? 100ൻ്റെ ബോക്സും 10ൻ്റെ പാക്കറ്റും ആണുള്ളത് അല്ലേ? അപ്പോൾ 100ൻ്റെ ബോക്സ് ഇതിൽ എത്ര 100 ഉണ്ട്? 900 അല്ലേ? 9 ബോക്സസ് 900 ആണ് ഉള്ളത്. എത്ര 10 ഉണ്ട് അല്ലേ? 5 10s ആണുള്ളത് അല്ലേ? പാക്കറ്റ് എത്രയാണ്? 10 പാക്കറ്റിലെ പാക്കറ്റ് 10 പെൻസിലാണ്. അപ്പോൾ എത്ര 10s ആണുള്ളത്? 5 10s ആണ് 50. അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് 5. നെക്സ്റ്റ് എന്താണ്, ഫില്ലപ്പ് ദി ബ്ലാങ്ക് സർക്കിൾസ്. ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒന്നുമില്ലാത്ത സർക്കിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റ് 301 401 501. നെക്സ്റ്റ് എന്താവും? 601 ആയിരിക്കും അല്ലേ? ഇവിടെ 3 4 5. നെക്സ്റ്റ് എന്തായിരിക്കും? 6 ആയിരിക്കും. നെക്സ്റ്റ് 7 ആയിരിക്കും. 601 701. എന്താണ്, പാറ്റേൺ ആണല്ലേ? നെക്സ്റ്റ് എന്താണ്? 299 399 499 599 699.
നെക്സ്റ്റ് 300 400 500 600 700 എന്താണ് ഹൺഡ്രഡ്സ് ആഡ് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് നെക്സ്റ്റ് എന്താണെന്നുള്ളത് വേഗം കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞു അല്ലേ. ഈ വീഡിയോ ഈ ചാപ്റ്ററൊക്കെ മനസ്സിലായവരും ഇഷ്ടപ്പെട്ടവരും എന്താണ് ഒരു ഹാർട്ട് ഇമോജി കമൻ്റായിട്ട് ഇട്ടിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ, സീ യു സൂൺ.